നാളിതുവരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ MLA-മാർ ഈ രാജ്യത്തുള്ളതിന്റെ സർവ്വകാല റെക്കോർഡ് എന്ന കൊടുമുടിയിലേക്ക് BJP നടന്നു കയറിയിരിക്കുന്നു. എന്നാൽ എങ്ങനെ കയറി? ആരാണ് ആ കൊടുമുടിയിലേക്ക് കൈപിടിച്ച് കയറ്റിയത്? ജനങ്ങൾ പൂർണ്ണമായും കൈപിടിച്ച് തന്നെയാണോ ഈ MLA-മാരെ വിജയിപ്പിച്ചത്? അല്ല എന്നുള്ളതാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. 2014 ശേഷം BJP-ക്കുണ്ടായ വളർച്ച, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര സർക്കാർ സ്വാധീനിക്കാൻ തുടങ്ങിയതിനു ശേഷമുണ്ടായ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് അധികാരത്തിൽ കേന്ദ്രത്തിൽ നാളുകളോളം ഇരുന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നുമില്ല വലിയ രീതിയിലുള്ള ആധികാരികമായ ഒരു കടന്നുകയറ്റം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ മോദിയുടെ മന്ത്രിസഭ നടത്തി. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരം കൂടുതൽ നൽകാൻ വേണ്ടി പാർലമെന്റിൽ BJP അംഗങ്ങൾ അതിനുതകുന്ന രീതിയിലുള്ള ഭേദഗതികൾ കൊണ്ടുവന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന പാനലിൽ അംഗമായാൽ അത് നരേന്ദ്രമോദിയെയും കേന്ദ്ര ക്യാബിനറ്റിനെയും ദോഷകരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കി ചെയ്ത തീരുമാനമാണ്. അത്തരത്തിൽ കടുംപിടുത്തം പിടിച്ചത് എന്തുകൊണ്ടാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചു. കാരണം പ്രതിപക്ഷ നേതാവ് കൂടി പാനൽ അംഗമാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന പാനലിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു? അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി മെനഞ്ഞെടുത്ത തിരക്കഥയാണ് പിന്നീട് ഈ രാജ്യം മുഴുവൻ വിശ്വസിച്ചത്. എന്നാൽ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, അതായത് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം, അതുപോലെ തന്നെ പുതുച്ചേരി, കൂടെ മണിപ്പൂർ വേണമെങ്കിലും നടത്താൻ സാഹചര്യമുണ്ട്. കാരണം അവിടെ നിലവിൽ രാഷ്ട്രപതി ഭരണമാണ്. അത് പിൻവലിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതാണ്. യഥാർത്ഥത്തിൽ മണിപ്പൂരിലെ കാലാവധി 2027 ജനുവരി മാസത്തോടെ അവസാനിക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാം അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് BJP-യുടെ ടാലി ഇത്രയും വർദ്ധിപ്പിച്ചത്. അവിടെയാണ് അട്ടിമറി വളരെ വ്യക്തമാകുന്നത്. ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കാണിച്ച അനീതി, അതല്ലെങ്കിൽ നെറികേട് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഈ രാജ്യത്തെ നികുതിദായകരായ ജനങ്ങളെ മുഴുവൻ പമ്പരവെട്ടികളാക്കിക്കൊണ്ട് BJP നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന്റെ ഫലമാണിത് എന്ന് വ്യക്തമാവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നിലവിലുള്ള MLA-മാരിൽ പലരും യഥാർത്ഥത്തിൽ അയോഗ്യരാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് അവർക്ക് നന്നായി അറിയാം. ഏത് നിമിഷവും പലരുടെയും സ്ഥാനം തെറിക്കുമെന്ന ഭയമാണ് ഇപ്പോൾ അവർക്കുള്ളത്.